തലസ്ഥാനത്തെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ബാറിനുള്ളിലാണ് ഗുണ്ടാ സംഘങ്ങളെ ഏറ്റുമുട്ടിയത്. വെള്ളിയാഴ്ച DJ പാർട്ടിക്കിടെയായിരുന്നു സംഭവം. 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിവരങ്ങളുമായി വി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, എന്താണ് ബാറിലുണ്ടായത്? കൃഷ്ണരാജ്, ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ വീണ്ടും പഴയ തിരുവനന്തപുരം എങ്ങനെയായിരുന്നു ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തലസ്ഥാന നഗരിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം സജീവമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ DJ പാർട്ടി സംഘടിപ്പിച്ചത്. ഈഞ്ചക്കലിലെ ഒരു ബാർ ഹോട്ടലിലായിരുന്നു DJ പാർട്ടി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇന്റലിജൻസിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് പോലും പേട്ട പോലീസ് ഇതിൽ മുൻകരുതലുകൾ ഫോർട്ട് പോലീസ് ഇതിൽ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നില്ല. തുടർന്നാണ് ഗുണ്ടാ സംഘങ്ങൾ രാത്രിയോട് കൂടി തമ്പടിച്ചതും തുടർന്ന് ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘ അംഗങ്ങളും ഒപ്പം തന്നെ എയർപോർട്ട് സാജന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുമാണ് ഒരുമിച്ച് DJ പാർട്ടിയിലെത്തിയത്. തുടർന്ന് ഇവർ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഈ CCTV ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇരു ചേരികളായി നിന്നുകൊണ്ട് ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ്. DJ പാർട്ടിക്കിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം പോരടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഓംപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള 2 പേരെയും ഫോർട്ട് പോലീസ് രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്ന് ഇപ്പോൾ 8 പേരെ എയർപോർട്ട് സാജന്റെ സംഘത്തിലുള്ള 8 പേരെയുമാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസിന്റെ സഹകരണത്തോടു കൂടിയാണ് ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘങ്ങളിൽ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ പോലീസ് രാവിലെ പിടികൂടിയത്. മ്യൂസിയം പോലീസ് പിടികൂടി ഫോർട്ട് പോലീസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുകയായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസിന് പ്രതികളെ സംബന്ധിച്ചുള്ള ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘങ്ങളിലുള്ള പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് എയർപോർട്ട് സാജന്റെ ഗുണ്ടാ സംഘങ്ങളെ മറ്റ് അംഗങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മുഖരക്ഷിക്കാനായി 10 പേരുടെ അറസ്റ്റ് 10 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അനുമതിയോടുകൂടി തന്നെ ആയിരുന്നു. DJ പാർട്ടി നേരത്തെ പൊതുവെ നടത്താനുള്ള അനുമതി ബാറുകൾക്ക് ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനം നേരത്തെ തന്നെ ഈ 2 ഗുണ്ടാ സംഘ തലവന്മാർ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു DJ പാർട്ടി അതിൽ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ കൃത്യമായ പരിശോധനകൾ വേണം. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന തരത്തിൽ ഉള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഫോർട്ട് പോലീസിനെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഫോർട്ട് പോലീസ് ഇതിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് DJ പാർട്ടിയുടെ ലഹരിയിൽ വലിയ തോതിൽ ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം പോരടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. നിലവിൽ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള DJ പാർട്ടി, വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഇത്തരത്തിലുള്ള DJ പാർട്ടി നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനായി പോലീസ് നടപടിയിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഓംപ്രകാശും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധങ്ങൾ അത് പകൽ പോലെ വെളിച്ചമാണ്. പോലീസിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത സ്വാധീനമുള്ള ഗുണ്ടാ തലവനാണ് ഓംപ്രകാശ്. സമാനമായ രീതിയിൽ എയർപോർട്ട് സാജനും അത്തരത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖം രക്ഷിക്കാനായി പ്രതികളെ ഗുണ്ടാ സംഘ തലവന്മാർ തന്നെ നൽകിയിരിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ സാഹചര്യത്തിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോലീസും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുകളി തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് ഈ അറസ്റ്റ് നാടകത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈഞ്ചക്കലിൽ ബാറിനുള്ളിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി DJ പാർട്ടിക്കിടെയായിരുന്നു സംഭവം. വിവരങ്ങൾ നൽകുകയായിരുന്നു വി വിനീഷ്.